ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലി മസാലയാണ്. അതായത് നമ്മളുടെ വീട്ടിലൊക്കെ രാവിലെയൊക്കെ ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാക്കി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കി വരില്ല, ലെഫ്റ്റ് ഓവർ ഇഡ്ഡലി. അതുകൊണ്ട് നമുക്ക് പിന്നെ നമ്മൾ കുട്ടികൾക്ക് ആ ഇഡ്ഡലിയെ കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ആ ഇഡ്ഡലിയെ നമ്മൾ വേറൊരു രൂപത്തിലാക്കി ഒരു മസാല ഇഡ്ഡലിയാക്കി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമ്മൾ രാവിലെ എടുത്തതിൻ്റെ ബാക്കി ഇഡ്ഡലിയാണ്. അത് ഞാൻ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചു. ഇപ്പോൾ ഒരു ഇച്ചിരി തണുത്ത് ഇച്ചിരി ഹാർഡായിട്ടിരിക്കുവാണേ. പിന്നെ ഹാർഡായിട്ടുള്ളത് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വെച്ചുകൊണ്ടെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ഈ ഇഡ്ഡലിയെ ഇങ്ങനെ നടുവേരും മൂന്നാക്കി ഇങ്ങനെ മുറിച്ചിട്ട് അതിനെ വീണ്ടും ഇങ്ങനെ മുറിക്കുക. അപ്പോൾ ഒരു ഇഡ്ഡലിയെ നമുക്ക് 6 കഷ്ണമാക്കി എടുക്കാം. ഈ ക്യൂബ് സൈസായിട്ട് എടുക്കാം. നമ്മളെല്ലാം കട്ട് ചെയ്ത് പീസാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിലോട്ട് മാറ്റാം. നമ്മൾ പാൻ ചൂടാക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ എന്ന് പറഞ്ഞാൽ കുമിച്ചെടുത്തിട്ടുണ്ട്. നിറച്ചൊരു സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാതെ. കാഷ്യൂ ആണ്. കാഷ്യൂ ഞാൻ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തതാണ്. ഒരു കാഷ്യൂവിനെ 3 ഒക്കെ ആയിട്ട് കട്ട് ചെയ്തതാണ്. നമുക്ക് കാഷ്യൂ ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. നല്ല സ്മെല്ലാം മൂത്ത സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. ആ സമയം നമുക്ക് ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിയായിട്ട് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്തതാണ്. 2 പച്ചമുളക് ഇട്ടു. 2 ഉണക്കമുളക് കട്ട് ചെയ്തിടാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, സവോളയാണ് പൊടിയായിട്ട് അരിഞ്ഞാണ്, അതിട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില, സവോള ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവോളയൊക്കെ ഇപ്പം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഗരം മസാല, ഒരു 1/4 സ്പൂൺ കായപ്പൊടിയാണ്. ഫ്ലെയിം കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു പഴുത്ത തക്കാളി വേണം. നല്ല പഴുത്ത തക്കാളി എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരു ചെറിയ പഴുത്ത തക്കാളി. ഇവയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. മാറിക്കഴിയുമ്പോൾ നമുക്കതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കും. തക്കാളി ഈ മസാലയിൽ കിടന്ന് ചെറുതീയിൽ വെന്ത് ഉടഞ്ഞു വരണം. ആ പരുവത്തിന് വരെ നമ്മൾ ആക്കിയെടുക്കണേ. ഇനി നമ്മളിത് മൂടി വെക്കണേ. കാരണം ആ തക്കാളി ഇതിൽ കിടന്ന് നല്ല വെന്തുടയാൻ വേണ്ടിയാണേ. നമുക്കിനി മസാലയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. മസാല ഇപ്പം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. തക്കാളിക്കകത്ത് തന്നെ നല്ല ഉടഞ്ഞ് ഒരു കൊല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടണം നമുക്ക്. തക്കാളിക്കകത്ത് നല്ല വെന്തുടയണം. അതുകൊണ്ട് നമ്മൾ മൂടി വെക്കാൻ പറഞ്ഞു. മൂടി വെക്കുമ്പോൾ ആവിയും കൊണ്ട് തക്കാളിക്കകത്ത് പെട്ടെന്ന് തന്നെ വെന്തുടഞ്ഞോളുവേ. ഇനി അതിലേക്ക് ഒരു 1/2 മുറിയുടെ തേങ്ങാപ്പാലാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തേങ്ങാപ്പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. തേങ്ങാപ്പാൽ ഇപ്പം നന്നായിട്ട് ഒഴിച്ച് തിളച്ചിട്ടുണ്ട്. നമ്മുടെ മസാലയൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഡ്ഡലി ഇട്ട് കൊടുക്കാം.
ഈ സമയം ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കണേ. മസാലയെല്ലാം നമ്മുടെ ഇഡലിയിൽ ഇങ്ങനെ പുരണ്ട് പൊതിഞ്ഞു വരണം. ആ രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇനി നമുക്കിതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പിടി മല്ലിയില മിക്സ് ചെയ്യാം. നമ്മുടെ മസാല ഇഡലി റെഡി ആയിട്ടുണ്ട്. മസാല ഇഡലി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ ടിഫിനായിട്ടൊക്കെ കൊടുത്തു വിടാനൊക്കെ നല്ലതാണ്. വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം.